ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇപ്പോൾ കടച്ചക്ക സീസണാണ്. കടച്ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാവട്ടെ എന്ന്. നമ്മൾ കടച്ചക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട്. കടച്ചക്ക മൊത്തം വേവണ്ട, ഒരു 1/4 വേവോളം വെന്താൽ മതി. ഇത് തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നതാണ്. തേങ്ങ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വറുത്ത് വെള്ളം തൊടാതെ അരച്ചു വെച്ചിരിക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള, തേങ്ങാപ്പാൽ, ഇത്രയാണ് നമുക്കിത് റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റാം. സവാള ഇട്ട് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരൽപ്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ തേങ്ങയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും. നമുക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. കടച്ചക്ക ഒന്ന് നന്നായിട്ട് ഇതിൽ കിടന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് വറുത്തരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വറക്കണം, എന്നാലാണ് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പൊടിക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് എരിവനുസരിച്ച് ഓരോരുത്തർക്കും ആവശ്യത്തിന് ചേർക്കാം. അവസാനമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് ചൂടാവാൻ വേണ്ടി അനുവദിക്കാം. ഗ്രേവി കുറച്ച് മതിയെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇത് വളരെ സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിതിൽ ഗരം മസാല വേണം എന്നുള്ളവർക്ക് ഗരം മസാല ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും യൂസ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് കടച്ചക്ക സീസണാണ്. അതുകൊണ്ട് കടച്ചക്ക കൊണ്ടുള്ളൊരു വെറൈറ്റി നിങ്ങളും ട്രൈ ചെയ്യാം. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.